ഓരോരുത്തരെയും പോയി തിരുത്തി എങ്ങനെ പറയരുതെന്ന് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനെ മാറ്റാൻ നമുക്ക് പറ്റില്ല. നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അഡ്വൈസ് കൊടുക്കാനൊന്നും ഒരാളൊന്നുമില്ല അല്ല ഞാൻ. പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ട്, അറിയാറുണ്ട്, നമ്മളെ കുറിച്ച് എന്ത് സംസാരിക്കപ്പെടുന്നു എന്നുള്ളത്. അതിൽ നമ്മളായിട്ട് തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടോ, നമ്മുടെ ഇത് അതായത് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് നമുക്ക് സ്വയം ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവുന്നത്. സ്വയം ആലോചിക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ലെങ്കിൽ പിന്നെ അതിനെ വിട്ടുകളയുന്നത് തന്നെയാണ് നല്ലത്. ഓരോരുത്തരെയും പോയി തിരുത്തി എങ്ങനെ പറയരുതെന്ന് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനെ മാറ്റാൻ നമുക്ക് പറ്റില്ല. നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അത് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാന്നുള്ളത് എനിക്ക് പറഞ്ഞു. അവനവന്റെ സ്ട്രെങ്ത് അവനവൻ തിരിച്ചറിഞ്ഞാൽ മതി. അവനവൻ സ്ട്രോങ് ആണ് എന്നുള്ളൊരു ബോധ്യം അവനവൻ ഉണ്ടായാൽ മതി. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ സ്വയം ആലോചിച്ചപ്പോ ഞാനായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. വളരെ അപൂർവമായിട്ടൊക്കെ ആ സമയത്ത് അന്നത് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒരു തോന്നൽ തന്നെ വല്ലപ്പോഴേ വരാറുള്ളൂ. എനിക്ക് കൂടുതലും മറ്റുള്ളവർ അയച്ചു തരുന്ന മെമ്മറീസ് ആയിരിക്കും.